നമസ്കാരം. ഞാൻ അജയ് ഡേവിഡ് കാച്ചിപ്പള്ളി, സിനിമാറ്റോഗ്രാഫറാണ്. ഞാൻ സിനിമാറ്റോഗ്രാഫി ചെയ്ത അടികപ്പ്യാരെ കൂട്ടമണി എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അടികപ്പ്യാരെ കൂട്ടമണി എൻ്റെ ആസ് എ ഇൻഡിപെൻഡൻറ്റ് സിനിമാറ്റോഗ്രാഫർ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. അപ്പോൾ അത് വളരെ അൺഎക്സ്പെക്റ്റഡ്ലി അല്ലെങ്കിൽ കോയിൻസിഡൻ്റലി ആണ് എനിക്ക് ആ പ്രോജക്റ്റ് വരുന്നത്. ഞാനായിരുന്നില്ല എൻ്റെ ഇനീഷ്യൽ സിനിമാറ്റോഗ്രാഫർ. വേണു എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറുടെ കൂടെയാണ് ഞാൻ അസിസ്റ്റ് ചെയ്തിരുന്നത്. വേണു സാറിനാണ് അസിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് ചെയ്യുന്നത് ചെന്നൈയിൽ. അതിനുശേഷം ഞാൻ എൻ്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റായിട്ട് ഞാൻ വേണു സാറിനെ ചെന്ന് കണ്ടിരുന്നു, സാറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറിൻ്റെ വർക്ക്സ് കണ്ടിട്ട് ശരി, ഓക്കെ, നീ എന്തായാലും കോൺടാക്റ്റിലിരിക്കും. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു പടം ചെയ്യാൻ പോകണം, മാടമ്പി എന്ന് പറഞ്ഞ പടം. പക്ഷെ അതിന് ഓൾറെഡി പുള്ളിയുടെ കൂടെ ഒരു ടീമുണ്ട്, ഓൾറെഡി 4 പേരുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നീ എന്തായാലും കീപ്പ് ഇൻ ടച്ച്, ഇടയ്ക്കൊന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണുണ്ടായത്. അപ്പോൾ അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ സാറ് പറഞ്ഞാണല്ലോ എന്നോർത്ത് ഞാൻ ചുമ്മാ ഒന്ന് സാറിനെ വിളിച്ചതാണ്. സാറ് വിളിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ സാറ് ചോദിച്ചു, നീ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലാണ്, തൃശ്ശൂരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്ത്, നീ ഇപ്പം തന്നെ ഒറ്റപ്പാലം വാ, എൻ്റെ നാളെ ഒരു പ്രോജക്റ്റ് മാടമ്പി എന്ന് പറയുന്ന മൂവി സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ കൂടെ വരാനിരുന്ന അസിസ്റ്റൻസിൽ ഒരാൾ വന്നിട്ടില്ല, നാളെ നമുക്ക് നീ വന്ന് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് വളരെ ആക്സിഡൻ്റലിയാണ് ഞാൻ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുന്നത്. അത് നമുക്ക് മുന്നറിയിപ്പ് വരെ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. മുന്നറിയിപ്പിന് ശേഷമാണ് ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് അടികപ്പേര് എന്ന് പറയുന്ന മൂവിയിലോട്ട് ജോയിൻ ആവുന്നത്. ഞാൻ വേറൊരു പടമാണ് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അത് കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് സാൻഡ്ര തോമസ്, പ്രൊഡ്യൂസർ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ വൺ ഓഫ് ദ പാർട്ട്നർ സാൻഡ്ര തോമസ് എന്നെ ഒരു ദിവസം ഫോൺ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഫ്രൈഡേ ഫിലിം ഹൗസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ ആട് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ അസോസിയേറ്റ് സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അപ്പോഴെനിക്ക് വിജയ് ബാബുവിനെയും സാൻഡ്രേനെയും അറിയാം. അപ്പോൾ ഇവർ തമ്മിൽ നല്ല കണക്ഷനുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം സാൻഡ്രയുടെ കോൾ വരുന്നു, അജയ് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലാണ്. അപ്പോൾ അജയുടെ പ്രോജക്റ്റ് സ്റ്റാർട്ടായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, അത് കുറച്ച് ഡിലേ ആവും എന്ന് പറഞ്ഞപ്പോൾ സാൻഡ്ര ചോദിച്ചു. അപ്പോൾ എനിക്കറിയാം ഇവരുടെ ഷൂട്ട്, ഈ അടികപ്പേര് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സ്റ്റാർട്ടാവുന്നു, ഷൂട്ട് പോകാൻ പോകണമെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായി ഷൂട്ട്, എന്തായി, സ്റ്റാർട്ടായോ എന്ന് പറഞ്ഞു. ഷൂട്ട് ഇന്ന് സ്റ്റാർട്ടായിട്ടുള്ളൂ. അപ്പോൾ അജയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു തരാം ഈ പടത്തിൻ്റെ, ഒന്ന് വായിച്ചൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അത് വിചാരിച്ചു, ഇനി വല്ലതും ജസ്റ്റ് ഫോർ 2-3 ഡേയ്സ് വല്ല ക്ലാഷ് വർക്കും വല്ലോ പാച്ച് വർക്ക്സിന് വല്ലതാണ് വിളിക്കുന്നത് വെച്ചാൽ. അപ്പോൾ അതല്ല, ഈ പ്രോജക്റ്റ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ഉള്ള DOPക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, പുള്ളിക്ക് എന്താ പേഴ്സണൽ റീസൺ കാരണം പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വേറെ DOPs നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അജയ്ക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്കപ്പോൾ ആദ്യം ഞാൻ കൺഫ്യൂസ് ആയിരുന്നു കേട്ട ഉടനെ. കാരണം നമ്മുടെ ഫസ്റ്റ് മൂവിക്ക് വേണ്ടി നമ്മൾ വിളിക്കുന്നത്, ഫസ്റ്റ് മൂവിക്ക് നമ്മൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ലൈക്ക് ഒരുപാട് പ്രീ പ്രൊഡക്ഷൻസും ഹോംവർക്സൊക്കെ വേണമല്ലോ എന്നൊക്കെയുള്ള പ്ലാനിങ് ഒക്കെ വേണ്ടേ എന്നുള്ളൊരു കൺസേൺ ആവും. അതൊന്നും ഇല്ലാതെയാണ് പെട്ടെന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് വിളിച്ചിട്ട് നാളെ വന്ന് ഷൂട്ട് ചെയ്യാനാണ് പറയുന്നത്. എന്തായാലും ഞാൻ ചാടിക്കറി നോ എന്നൊന്നും പറഞ്ഞില്ല. ഞാനപ്പോൾ ശരി, ഓക്കെ, സെൻട്ര മെയിൽ അയക്കാൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് അയക്കാൻ പറഞ്ഞു. സെൻട്ര നീ അപ്പോൾ തന്നെ മെയിൽ അയച്ചു. ഞാനപ്പോൾ അന്ന് രാത്രി തന്നെ ഇരുന്ന് സ്ക്രിപ്റ്റൊക്കെ വായിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ, ഒരു ഫൺ എൻ്റർടൈനർ മൂവി ആയിട്ട് തോന്നിയിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ ഞാൻ എടുക്കുന്ന ഡിസിഷൻ ഇത് കറക്റ്റാണോ ഇല്ലയോ, കാരണം നമ്മുടെ ഫസ്റ്റ് മൂവിക്ക് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അഡ്വൈസിന് വേണ്ടി ഞാൻ വേണു സാറിനെ വിളിച്ചു. സാറിന് ഫോൺ ചെയ്തപ്പോൾ സാറ് കേട്ടിട്ട് പറഞ്ഞു, നീ സ്ക്രിപ്റ്റ് വായിച്ചെന്ന് ചോദിച്ചു. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു സാർ, കുഴപ്പമൊന്നുമില്ലെന്നോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ധൈര്യമായിട്ട് പോയി ചെയ്യും. ആ ഡയറക്ടർക്ക് നിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കുഴപ്പമില്ലെങ്കിൽ നീ ധൈര്യമായിട്ട് പോയി ചെയ്യും. നമ്മളൊക്കെ ടെക്നീഷ്യൻസ് ആണ്, നമുക്ക് ഇതല്ലെങ്കിൽ ഇന്നലെ നാളെ വേറൊരു പടം വരും. ആർട്ടിസ്റ്റുകൾക്കുള്ള ഫസ്റ്റ് പടം അങ്ങനെയാവണം ഇങ്ങനെയാവണം, നീ ധൈര്യമായിട്ട് പോയി ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ട്രിവാൻഡ്രത്തോട്ട് പോയി. ട്രിവാൻഡ്രമാണ് അടികപ്പേരുടെ മെയിൻ ലൊക്കേഷൻ. നെക്സ്റ്റ് ഡേ ഞാൻ ട്രിവാൻഡ്രത്തെത്തി. അടികപ്പേരുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഒരുപാട് ലൊക്കേഷൻസ് ഒന്നുമില്ല, ഒരു മേജർ ലൊക്കേഷനാണുള്ളത്, ഈ മെൻസ് ഹോസ്റ്റൽ. അപ്പോൾ ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇവർ ഓൾറെഡി ലൊക്കേഷൻസ് ഒക്കെ കണ്ട് ഫൈനലൈസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണല്ലോ. അപ്പം ഞാനിനി പോയിട്ട് പുതിയ ലൊക്കേഷൻസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ കാണാൻ പോകുമ്പോൾ എനിക്കറിയത്തില്ല ഈ കാണുന്ന ലൊക്കേഷൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും, ഈ ഹോസ്റ്റൽ എന്താണ്, റൂംസ് എന്താണെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒന്നും കാണാതെ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് ആ കൂടെ ഒരു ഡയറക്ടറെ പോലും എനിക്ക് പരിചയമില്ല. ഞാൻ ഷൂട്ടിങ്ങിൻ്റെ അന്ന് തലേദിവസം പോയാൽ പുള്ളിനെ കാണാൻ പോകുന്നു, നെക്സ്റ്റ് ടൈം പോയി ഷൂട്ട് ചെയ്യണം, ഡയറക്ടറായിട്ട് സിങ്ക് ആവോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല. ഒക്കെ ആ കൂടെ എനിക്ക് കോൺഫിഡൻസ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നുള്ള വിജയ് ബാബു, അതുപോലെ സാൻഡ്ര, ഇവർ രണ്ടുപേരും മാത്രമേ എനിക്ക് നേരത്തെ ഇനീഷ്യലി പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ അവിടെ ട്രിവാൻഡ്രത്തെത്തിയിട്ട് ആദ്യം തന്നെ
ഹോസ്റ്റലിൽ കാണാൻ പോയി. അപ്പോൾ എൻ്റെ കൂടെ ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു. ത്യാഗു ചേട്ടനാണ്, ത്യാഗു തവനു എന്ന് പറഞ്ഞ പുള്ളിയാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ. അപ്പോൾ ത്യാഗു ചേട്ടനൊക്കെ നേരത്തെ പരിചയമുള്ള എനിക്ക്. അപ്പോൾ ത്യാഗു ചേട്ടനും ഞാനും കൂടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എവിടെയാണ് ചേട്ടാ ഈ ലൊക്കേഷൻ കണ്ടിരിക്കുന്നത്? ഹോസ്റ്റൽ. അപ്പോൾ പറഞ്ഞു പാളയത്തുള്ള മെൻസ് ഹോസ്റ്റലാണ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയറാണ് ഇവിടെ മെൻസ് ഹോസ്റ്റലിൽ ഷൂട്ട് ചെയ്യുന്നത്. ഇൻറ്റീരിയർ നമ്മൾ സെറ്റായിടുന്നതെന്ന് എന്നോട് പറഞ്ഞു ത്യാഗു ചേട്ടൻ. ഞാൻ ചോദിച്ചു സെറ്റിടാണോ? അതെ, സെറ്റ്. അപ്പോൾ ചിത്രാഞ്ജലി സെറ്റ് ഓൾമോസ്റ്റ് സെറ്റായി, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എനിക്കത് ഒട്ടും കൺവിൻസിങ് ആയില്ല. എന്തിനാ സെറ്റ് ഇടണം? കാരണം ഇത്രയും റൂംസ് സെറ്റ് ചെയ്യണം, അതുപോലെ കോറിഡോഴ്സ് ഇതൊക്കെ വേണം, ഇതൊന്നും ഒറിജിനൽ ലൊക്കേഷൻ കിട്ടില്ല എന്നൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശരി, ഓൾറെഡി ഒരു സെറ്റ് ഇട്ടില്ല, അന്ന് സെറ്റ് പോയി കാണാമെന്ന് പറഞ്ഞ് ഞാനും പുള്ളിയും കൂടെ സെറ്റ് കാണുന്നത്. സെറ്റ് കണ്ടപ്പോൾ എനിക്ക് പുള്ളി സെറ്റ് ഇട്ടതിൻ്റെ കുഴപ്പമില്ല എന്ന് പറയുന്നത്, പക്ഷേ ആ സെറ്റിൽ ഷൂട്ട് ചെയ്താൽ എത്രമാത്രം ഇത് വർക്ക് ആവുന്നു, ഭയങ്കര ഒരു കൺജസ്റ്റഡ് ഫീൽ. എന്തോ എനിക്കെന്തോ സെറ്റ് അത്ര വർക്ക്, ഈ പടം സെറ്റിൽ ഷൂട്ട് ചെയ്യേണ്ടത്. കാരണം ഒരുപാട് ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിൽ പോലും, മറ്റേ റൂമിൽ നിന്ന് ഈ റൂമിൽ പോകും, അങ്ങനെ കുറേ സീക്വൻസിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സെറ്റിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, നമ്മൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ എനിക്കത് ഒട്ടും കംഫർട്ടബിളായി തോന്നിയില്ല. ഞാനപ്പോൾ ത്യാഗുചേട്ടനോട് ചോദിച്ചു, അല്ല ത്യാഗുചേട്ടൻ, എന്താണ് ഇവർ സെറ്റിൽ ഷൂട്ട് ചെയ്യാൻ കാരണം? എന്താ സെറ്റ് നമുക്ക് ഒറിജിനൽ ലൊക്കേഷനാണ്, പാളയത്ത് തന്നെ അവരുടെ ഇൻറ്റീരിയർ ഹോസ്റ്റൽ റൂംസിൻ്റെ ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു. പുള്ളി പറഞ്ഞു അവിടെ എന്താ പെർമിഷൻ ഇല്ല. ഞാൻ ചോദിച്ചു, ആ പെർമിഷനൊക്കെ ഉണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, പിന്നെ എന്താ സെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന ജോബി അവർക്ക് ഇത് സെറ്റിൽ ഷൂട്ട് ചെയ്യാനാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ടാണ് സെറ്റ് ഇട്ടത്. അപ്പോൾ ത്യാഗുചേട്ടനും ഒറിജിനൽ ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പുള്ളിയോട് വീണ്ടും ഹോസ്റ്റലിലോട്ട് പോയി. ഹോസ്റ്റലിൽ പോയപ്പോഴാണ് ഞാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഈ ഒറിജിനൽ ലൊക്കേഷൻ ഹോസ്റ്റൽ റൂംസും അതേപോലെ ആ ലെങ്തി കോറിഡോഴ്സും ഒക്കെ ആണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും ലെങ്തി കോറിഡോഴ്സും റൂംസോ ഓഫ് കോഴ്സ് ചെറിയ ചെറിയ റൂംസ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കൺജസ്റ്റഡ് ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു രീതിയിൽ സെറ്റിൽ ഷൂട്ട് ചെയ്യുന്ന പറ്റി ഇമാജിൻ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ നേരെ പുള്ളിനെയും കൂട്ടിയിട്ട് സാൻഡ്രയുടെ അടുത്ത് പോയി. സാൻഡ്രയുടെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, സാൻഡ്ര, ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യാം, പക്ഷേ ഈ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സെറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ ലൈവ് ലൊക്കേഷനിൽ തന്നെ ഷൂട്ട് ചെയ്യണം, എങ്കിൽ മാത്രം ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സാൻഡ്രയ്ക്കും ഒരു ദൈവം എന്താ. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു, ഒറിജിനൽ ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ ഉണ്ട് സാൻഡ്ര. അപ്പം ത്യാഗുചേട്ടൻ ആർട്ട് ഡയറക്ടർ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നു. പുള്ളിയും പറഞ്ഞു അവിടെ ഷൂട്ട് ചെയ്യാൻ നല്ലത് എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു. അപ്പം നേരെ സാൻഡ്രയുമായിട്ട് ചെന്ന് ആ ലൊക്കേഷൻ കണ്ടു. ഈ ഹോസ്റ്റൽ കണ്ടപ്പോൾ സാൻഡ്രയ്ക്കും അത് കൺവിൻസിങ് ആയിരുന്നു. അങ്ങനെയാണ് മെൻസ് ഹോസ്റ്റലിൻ്റെ ഇൻറ്റീരിയറും അവിടെ തന്നെ സെറ്റ് ചെയ്യാമെന്നുള്ള നമ്മൾ ഫൈനലൈസ് ചെയ്തു. അങ്ങനെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും അവിടെ തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ അത് ഫൈനലൈസ് ചെയ്തു. റൂമിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് വൈസ് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് ഡയറക്ടറോട് ഡിസ്കസ് ചെയ്ത് പുള്ളിയുടേതായ ചെറിയ 4 റൂമും നമ്മൾ ഇൻഫാക്റ്റ് 2-3 റൂം ഒരേ റൂമിൽ നമ്മൾ ഷൂട്ട് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് മാറ്റി നമ്മൾ ഷൂട്ട് ചെയ്തു. നമ്മൾ മേജറായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന റൂം ഒരു റൂമിൻ്റെ ആയിരുന്നു. ഇവിടെ പലരും റൂമായിട്ട് ഒരു റൂം തന്നെ ഷൂട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ സെറ്റിങ്സ് മാത്രം ഞങ്ങൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു റൂം തന്നെയാണ് മേജറായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ പിന്നെ ആ കോറിഡോഴ്സിലെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും ഫിറ്റ് ചെയ്യലും, പിന്നെ വരുന്നത് ഒരു ബാത്റൂം സീക്വൻസ് ഉണ്ട്. അതൊരു വലിയ സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അത് അവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ ഒരു ഏരിയ കണ്ടെത്തി അവിടെ സെറ്റ് ചെയ്യായിരുന്നു. അല്ലാതെ അവരുടെ ഒറിജിനൽ ബാത്റൂം അല്ല യൂസ് ചെയ്യും. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിന് അവിടെ ഒരു ഹോസ്റ്റലിൽ തന്നെ ഒരു ഏരിയ കണ്ടെത്തിയിട്ട് അവിടെ സെറ്റ് ചെയ്യായിരുന്നു. പിന്നെ വരുന്ന ഹോസ്റ്റലിൽ വരുന്നൊരു പോർഷൻ ടെറസിലെ പോർഷൻസാണ്. അവർ ഈ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവർ അങ്ങനെ ഒരു പാർട്ടി നടത്തുന്നതൊക്കെ ആയിട്ടുള്ള സീക്വൻസ്, ഇവിടെ പുറത്തോട്ട് ചാടിക്കാൻ കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്. അതൊക്കെ പക്ഷേ അവിടെ ഈ ഹോസ്റ്റലിൽ ടെറസില്ല, പ്രോപ്പറായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ടെറസില്ല. അപ്പോൾ ആ ടെറസ് പോർഷൻസ് എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തത് തുമ്പയിലുള്ള സെൻറ്റ് സേവിയേഴ്സ് എന്ന് പറഞ്ഞൊരു കോളേജ് എന്ന് തോന്നുന്നു. തുമ്പയിലൊരു കോളേജ് ഉണ്ട്. ആ കോളേജിലാണ് ആ ടെറസ് എപ്പിസോഡ്സ് എല്ലാം നമിതനെ കൊണ്ടുവന്ന് ചാടിക്കാൻ ശ്രമിക്കുന്ന എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ക്രിബ് ഉണ്ടാക്കുന്ന സീക്വൻസ് എല്ലാം സെറ്റ് ചെയ്തത് തുമ്പയിലുള്ള ആ കോളേജിലായിരുന്നു. ടൈറ്റിൽ സോങ്ങിൻ്റെ ഇവർ കോളേജിൽ പോകുന്ന സീക്വൻസും ഒക്കെ ആ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ബൈക്കിൽ പാസ് ചെയ്യുന്നതൊക്കെ അതും ആ കോളേജിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതും മാറി വേറൊരു ലൊക്കേഷനിലോട്ട് നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഫസ്റ്റ് ടൈറ്റിലിൽ വരുന്ന തലവര എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. അത് ആക്ച്വലി ഇനീഷ്യലി പടത്തിൽ ഉണ്ടായിരുന്നില്ല മീൻസ് സ്ക്രിപ്റ്റ് വൈസ് അങ്ങനൊരു സോങ്ങിനൊരു പ്രോപ്പർ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിത് ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ സാൻഡ്രയ്ക്കൊക്കെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞു നമുക്ക് പക്ഷേ പ്രോപ്പറായിട്ടൊരു പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ജോണിനൊക്കെ ആണെങ്കിൽ പോലും ഒരു എവിടെ പ്ലേസ് ചെയ്യുന്ന കൺഫ്യൂഷൻ. പക്ഷെ എന്നാലും ശരി, നമുക്ക് നോക്കാം, എഡിറ്റ് സമയത്ത് നോക്കാം, എന്നാലും നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ ഈ പാട്ടിൻ്റെ ലിറിക്സ് ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ മൊണ്ടാഷസ് പോലെ കുറച്ച് സീക്വൻസുകൾ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. ഈ പാട്ടിനോട് അവർ ബൈക്കിൽ പോകുന്നെടുക്കുന്നതും അവിടെ
ഹോസ്റ്റൽ റൂമിലുള്ള ഒരു രാവിലെ എണീക്കുന്നു, അങ്ങനെ കുറച്ച് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് നാഷസും സീക്വൻസ് ഒക്കെ എടുത്തിരുന്നു. എന്നിട്ട് എഡിറ്റിൻ്റെ സമയത്താണ് വിജയ് ചേട്ടനാണ്, വിജയ് ബാബു പുള്ളിയാണ് പറഞ്ഞത്, ഈ പറഞ്ഞ പടം കൊണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ മുകേഷ് ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നൊരു ഡയലോഗ്, ഇത് എൻ്റെ ഹോസ്റ്റലാണ്, ഇവിടെ ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നിടത്ത് വെച്ചിട്ട് അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ടൈറ്റിൽ ക്രെഡിറ്റ്സ് പോലെ ഈ സോങ് പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ചായിട്ട് പോവുകയും ചെയ്തു. ആ പാട്ട് അത്യാവശ്യം കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുമായിരുന്നു അത്. പിന്നെ ഈ പടത്തിൽ വേറൊരു ചലഞ്ചിങ് സംഭവം എന്ന് പറഞ്ഞാൽ അതിലൊരു സോങ്, അതായത് ഉല്ലാസഗായിക എന്ന് പറയുന്ന സോങ് നമ്മൾ സിംഗിൾ ഷോട്ടിൽ ഷൂട്ട് ചെയ്ത സോങ്ങാണ്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനി ഇത് സിംഗിൾ ഷോട്ടിൽ ഷൂട്ട് ചെയ്യാനുള്ള ഇനീഷ്യലി അങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഷൂട്ട് തുടങ്ങി, ഷൂട്ടിങ്ങനെ നമ്പർ ഓഫ് ഡേയ്സ് ഇങ്ങനെ കുറച്ചിങ്ങനെ കൂടി വരുന്നതെന്ന് പറഞ്ഞിങ്ങനെ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് പ്രഷർ വന്നപ്പോൾ ഒരു സോങ് ഷൂട്ട് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 3 days വേണം. അപ്പോൾ 3 days ഒന്നും നമുക്ക് ഇനി 3 days ഒന്നും സോങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ടൈമില്ല എന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് പ്രഷർ വന്നപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷനാണ് സിംഗിൾ ഷോട്ടിൽ സോങ് ഷൂട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ 1 dayക്കുള്ളിൽ റിഹേഴ്സലും ചെയ്ത് 1 dayക്കുള്ളിൽ തന്നെ ഷൂട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും, അങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് സോങ് തുടങ്ങിയത്. അപ്പം എന്തൊക്കെയോ ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. പെട്ടെന്ന് പ്ലാൻസ് മാറിക്കുന്നത്, ആർട്ടിസ്റ്റ് ഡേറ്റ് ഇഷ്യൂസും. അജു അതിനിടയ്ക്ക് 2 countries എന്ന് പറഞ്ഞ മൂവി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അജുവിൻ്റെ ഡേറ്റും ഒക്കെ ഇഷ്യൂ വന്നപ്പോൾ പെട്ടെന്നാണ് ഈ സോങ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പ്ലാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡയറക്ടർക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റപ്പിലാണ്, തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലായിരുന്നു അതിൻ്റെ, കാരണം അതിന് ഫോഴ്സ്ഡായി, വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ആ സോങ് ചിത്രാഞ്ജലിയിലാണ് അതിൻ്റെ ഒരു സെറ്റിങ്. അപ്പോൾ പുള്ളിയെടുത്ത് ഇന്നാണ് പറയുന്നത് നാളെ സോങ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ പുള്ളിക്കും ലിമിറ്റ് ഉണ്ടല്ലോ, പുള്ളിക്കും ഇത്രയും ചെറിയ സമയം കൊണ്ട് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിനെ കൊണ്ട് സാധിക്കുന്നതായിരുന്നു. അപ്പോൾ പക്ഷെ ഒരു കണക്കിനത് പുള്ളി നന്നായിട്ട് ചെയ്തു. ഇത്രയും നമ്മൾ സിനിമയിൽ കാണുന്ന അത്രയെങ്കിലും ആ ഒരു ഹാഫ് ഡേ കൊണ്ട് പുള്ളി ചെയ്തെടുത്താണ് ആ ഒരു സെറ്റിങ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് ഷൂട്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഷൂട്ട് എന്ന് വെച്ചാൽ രാവിലെ മുതൽക്ക് ഞാൻ ചെന്ന് എനിക്കത് ലിറ്റപ്പ് ചെയ്യണം, കംപ്ലീറ്റ് ലിറ്റപ്പ്. രാവിലെ തുടങ്ങിയ ഒരു 7-7:30 നമ്മൾ ലൈറ്റിംഗ് തുടങ്ങിയ ഐ തിങ്ക് ബൈ ഒരു 11 ആയപ്പോഴേക്കും ലൈറ്റിംഗ് തീർന്നു. പിന്നെ അത് സ്റ്റഡി ക്യാമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം അപ്പോൾ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ ചെന്നൈയിൽ നിന്ന് വന്നു. പിന്നെ ഇവരും ആർട്ടിസ്റ്റുകളും രാവിലെ 8 മണിക്ക് എത്തിയിട്ട് അവരും റിഹേഴ്സൽ പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ എല്ലാം ഈ ഫ്ലോറിൽ തന്നെ നടക്കുന്നു. അതായത് ഒരു സ്ഥലത്ത് ഞാൻ ലൈറ്റപ്പ് ചെയ്യുന്നു, ഒരു സമയത്ത് മറ്റേ ക്യാമറ ആയിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഇവരും അതിൻ്റെ കൂടെ തന്നെ റിഹേഴ്സലും ഡാൻസ് മാസ്റ്റർ അവരെ സ്റ്റെപ്സ് പഠിപ്പിക്കുന്നു. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചവരെ. അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി അജു ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അജു വൈകുന്നേരം 7 മണിക്കേ എത്തുള്ളൂ. അജു അവിടെ എറണാകുളത്തെങ്ങാണ്ട് 2 countries സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് 7 മണിക്ക് അജു ഇവിടെ ട്രിവാൻഡ്രത്ത് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അജു എത്തിയിട്ട് വേണം നമുക്ക് ഷൂട്ട് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽക്ക് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ച മുതൽക്ക് പ്രോപ്പറായിട്ട് വിത്ത് ക്യാമറ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഉച്ച മുതൽക്ക് ഈ ബാക്കിയുള്ള അജു ഒഴിച്ച് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് വിത്ത് ക്യാമറ, അതായത് ആ കോസ്റ്റ്യൂം മാറുന്ന അടക്കം എന്നുള്ള രീതിയിൽ വിത്ത് ക്യാമറ മൂവ്മെൻറ്റ്സ് നമ്മൾ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 7 മണിയൊക്കെ ആണെന്ന് അജു 7:30 അജു എത്തിയപ്പോൾ നമ്മൾക്ക് നമ്മൾ റോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടേക്ക് എടുത്തു. അപ്പോൾ ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞു, സെക്കൻഡ് ടേക്ക് കഴിഞ്ഞു. അങ്ങനെ 7 മണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ടേക്ക് ഓക്കെ ആവുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് വെളുപ്പിന് 5 മണിക്കാണ്. അതുവരേക്കും ഇങ്ങനെ ഒരു 15-16 ടേക്കോളം പോയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ചെയ്യുമ്പോഴേക്കും ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പോഴേക്കും വീണ്ടും ഫസ്റ്റിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ 3.5-4 minutes ഡ്യൂറേഷനുള്ള സോങ്ങാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇവർ ഇത്രയും ഡാൻസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാവരും ടയേർഡാവും. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ക്യാമറയും പിടിച്ച് സ്റ്റഡി ക്യാമറ നടന്നുകൊണ്ടിരിക്കുക. പുള്ളിയുടെയും അടപ്പിളകും ഇത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കണ്ടിന്യൂസ് ആയിട്ടൊരു 4 minutes റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കണക്കിന് ചെയ്ത് പെർഫോം ചെയ്ത് ഇത് ഒരു പോയിന്റിൽ വെച്ചിട്ട് ശരിയാവില്ലെന്ന് തോന്നിയിരുന്നു. കാരണം 12 മണിയായി, 1 മണിയായിട്ടും തീരുന്നില്ല. പിന്നെ ട്രൈ ചെയ്ത് അവസാനം 5-5:30 ആയപ്പോഴാണ്, രാവിലെ 5-5:30 ആയപ്പോഴാണ് ടേക്ക് ഓക്കെ ആണ്. ടേക്ക് ഓക്കെ ആയി സംഭവം ഔട്ട്പുട്ട് കണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത്രയും എഫേർട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരു സോങ്ങിന് പിന്നാലെ. പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് തന്നെ സോങ് ഷൂട്ട് തീർന്നു. നെക്സ്റ്റ് ഡേ 6 മണിയായപ്പോഴേക്കും എല്ലാവരും പാക്കപ്പ് ചെയ്ത് റൂമിൽ പോയി. അങ്ങനെയായിരുന്നു ഉല്ലാസമൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ അവിടെ തന്നെയായിരുന്നു ഇപ്പം നമ്മളതിനകത്ത് കാണുന്ന ഒരു മുകേഷ് ചേട്ടൻ്റെ റൂമിൽ പോയിരുന്ന ഒരു ഹാളിൽ പോലെ സ്ഥലത്തിരുന്ന് ഇവർ ടുവേർഡ്സ് ക്ലൈമാക്സിൽ ആ ഓജോ ബോട്ട് സീക്വൻസ് പ്ലേ ചെയ്യുന്നതും അതൊക്കെ ആ മെൻസ് ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈബ്രറി പോലത്തെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ഹാൾ പോലത്തെ വരുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യായിരുന്നു. നമ്മളവിടെ തന്നെ
ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ തന്നെ സെറ്റ് ചെയ്യാം. അതുപോലെ അവരുടെ ഹോസ്റ്റലിലെ കോറിഡോഴ്സിൽ തന്നെയായിരുന്നു നമ്മൾ ആ തീ വരുന്നത് സീക്വൻസൊക്കെ അവരുടെ തന്നെ വിൻഡോസിൻ്റെ റൂമിൽ തന്നെ നമ്മളവിടെ പോയി സെറ്റ് ചെയ്ത് അതൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ പിള്ളേർ താമസിക്കുന്നുണ്ട്. അവർ മറ്റുള്ള റൂമുകളിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ അത് അവരൊരുപാട് നമ്മളവിടെ സഹകരിച്ചു. പിന്നെ അവരും കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിൽ അഭിനയിക്കുന്ന മറ്റുള്ള ഈ പിള്ളേരും ഹോസ്റ്റലിലെ മറ്റുള്ള റൂംമേറ്റ്സൊക്കെ ആയിട്ട് കാണിക്കുന്ന അവിടെ ഉള്ളവർ, പിന്നെ അതല്ലാതെ ഈ മറ്റുള്ള കോളേജിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് അതിലൂടെ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇനീഷ്യൽ സ്ക്രിപ്റ്റിൽ ആ ഒരു ഇപ്പം നിങ്ങൾ പടത്തിൽ കാണുന്ന ടെയിൽ ആൻഡ് സീക്വൻസ് ഉണ്ട്. അതായത് ധ്യാന് ഈ നമിതയുടെ റൂമിൽ അവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടെ ലോക്കായി പോകുന്ന രീതിയിലായിരുന്നു ഈ പടത്തിൻ്റെ ആദ്യത്തെ ക്ലൈമാക്സ്. പിന്നെ അപ്പോൾ അത് എന്തോ ഒരു അബ്രപ്റ്റ് എൻഡിങ്, പ്രോപ്പറായിട്ട് എൻഡ് ആവാത്ത പോലെയോ എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷൻസ് വന്നപ്പോൾ ഷൂട്ട് സമയത്ത് പ്ലാൻ ചെയ്തതാണ്. അതല്ലാതെ ഇപ്പുറത്ത് വന്നിട്ട് വീണ്ടും ഇവർ തമ്മിൽ ഡിസ്കഷൻ, അപ്പോൾ നമ്മളവിടെ ഇറക്കി വിട്ടതില്ല, പിന്നെ വേറെ ആരാണ് പോയെന്നൊക്കെ പറഞ്ഞൊരു ഡിസ്കഷനിൽ അവസാനം ഒരു എൻഡിൽ ഒരു ഗോസ്റ്റിൻ്റെ ഫേസ് പോലെ തന്നെ കാണിച്ചിട്ടാണ് എൻഡ് ചെയ്യിക്കുന്നത്. അത് പിന്നെ ഷൂട്ട് ടൈമിലുള്ള ഈ പറഞ്ഞ ഡിസ്കഷൻസിലും ഇംപ്രവൈസേഷനിൽ അങ്ങനെ എടുത്താണ്. അത് നീരജും ധ്യാനം കൂടെയൊക്കെ തോന്നുന്നു അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്തു തോന്നുന്നു. ഈ പറയുന്ന ഈ ഗോസ്റ്റിങ്ങിന് ഒരു രൂപം മുന്നത്തെ ഒരു രൂപം കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഈ അങ്ങനെ ഒരു ഫിഗറിനെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു അബ്രപ്റ്റ് കട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ആണെന്ന് തോന്നുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ക്രിസ്മസിന് പടം റിലീസായി. ഇങ്ങനെ ക്രിസ്മസിന് ആ സമയത്ത് ഇറങ്ങിയ 3 പടം, അതായത് 2 കൺട്രീസും ചാർലിയും അടികപ്പേര്, 3 പടം ഹിറ്റായിരുന്നു. അപ്പോൾ അടികപ്പേര് എനിക്ക് വളരെ പേഴ്സണലി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. പിന്നെയും വളരെ റിപ്പീറ്റ് വാച്ചിങ് വരുന്ന ഒരു മൂവിയാണ് അടികപ്പേര് കുട്ടുമണി എന്ന് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട് അടികപ്പേര് വർക്ക് ചെയ്യാൻ പറ്റിയില്ല.